ഹലോ കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി മീനിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രഷറൊക്കെ ഉള്ളവർക്ക് എണ്ണയൊക്കെ കുറച്ചിട്ട് മീൻ വറുത്ത് കഴിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അതിനായിട്ട് നമുക്കിവിടെ 2-3 സിലോപ്പിയ കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ സിലോപ്പിയ എന്നാണ് പറയുന്നത്, ചിലർ തിലോപ്പി എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സ്കൂളിൽ നിന്ന് വന്ന വഴിയാണ്, പെട്ടെന്ന് കുളിയൊക്കെ കഴിയുന്നതിന് മുമ്പ് മീനൊക്കെ വെട്ടിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ എടുത്ത് വെച്ച് വെട്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കത്രിക ഉപയോഗിച്ച് വെട്ടുന്നതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ തയ്യാറാക്കി എടുക്കുകയാണ്. ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും നാരങ്ങാ നീരും ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മസാല കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കലക്കിയെടുത്ത മസാല നമ്മൾ ആ മീനിലേക്ക് പുരട്ടി കൊടുക്കുന്നു. നാരങ്ങാ നീരാണ് കേട്ടോ പിഴിഞ്ഞൊഴിക്കുന്നത്. നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മീനൊരു ചെറിയ പുളിയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിനേക്ക് ആവശ്യമായ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് മീനിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഇതായി പോവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ശേഷം ഇതിനകത്തേക്ക് ഇനി മസാലക്കൂട്ടുണ്ട്. അതായത് നമ്മുടെ ചിക്കൻ മസാലയുടെ 1 ടീസ്പൂണും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിവിടെ ഇതിലും ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ പെരുംജീരകമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഗരം മസാലയൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ നമുക്കിവിടെ ഗരം മസാലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. അതായത് ഉള്ളിയൊന്നും ചെറുതായിട്ടൊന്നും മൂത്ത് വന്നാൽ മതിയില്ല. അപ്പോൾ അതിനേക്ക് ആവശ്യമായ എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. പിന്നീട് നമ്മൾ വാഴയിലയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഈ വാഴയിലക്കകത്ത് പൊതിഞ്ഞാണ് ഇവന്മാരെ തയ്യാറാക്കാൻ പോകുന്നത്. മസാലക്കൂട്ട് സവാള ചേർത്ത മസാലക്കൂട്ട് ഇലയിലേക്ക് പരത്തി വെക്കുന്നു. അതിന് മുകളിലേക്ക് നമ്മൾ പകുതി വേവിച്ചെടുത്ത മീനിനെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഇത്തിരി വലിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ വാഴയില ഞാൻ ഇച്ചിരി വലുതാക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഇതിന് പുറത്തേക്ക് മസാല ഇങ്ങനെ വാരി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം. അതായത് ഈ മസാല ഇതിനകത്ത് ഇരുന്ന് അവിഞ്ഞിട്ട് ഒന്നുകൂടെ ഒരു മീനിൽ പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് തിക്കി വെക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റായിട്ട് ഇതിന് തോന്നുകയുള്ളൂ. കാരണം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തതല്ലേ. അപ്പോൾ എന്തായാലും 2 മീൻകുട്ടന്മാരെയും ഞാൻ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കെട്ടിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് ഇത് അഴിഞ്ഞു പോയിട്ട് ആ മസാലയെല്ലാം അതിൽ പോകാനായിട്ട് സാധ്യതയുണ്ട്. വീണ്ടും ഞാൻ പാനിലൊഴിച്ചിട്ട് എണ്ണയൊന്നും ഞാൻ പാനിലൊഴിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്ത പാനായതുകൊണ്ടാണ് അതിനകത്ത് ഒത്തിരി എണ്ണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഓട്ടടയൊക്കെ ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതിന് മുകളിലേക്ക് ഭാരം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്രഷറൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഒരു ആഗ്രഹം കാണാതിരിക്കത്തില്ല മീനൊക്കെ പൊള്ളിച്ച് തിന്നണമെന്ന്. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് അധിക പ്രയാസപ്പണി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്. ഇതിൻ്റെ മസാല കൂട്ടി മാത്രം ചോറ് കഴിക്കാൻ പ്രത്യേകം ടേസ്റ്റാണ്. കണ്ടില്ലേ, അത്യാവശ്യം മാംസമുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് ചോറൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക്